പശ്ചിമേഷ്യൻ യുദ്ധം ലോകരാഷ്ട്രങ്ങൾക്കുമേൽ പ്രതിസന്ധി തീർക്കുമ്പോൾ ഇവിടെ ലാഭം കൊയ്യുന്നൊരു രാജ്യമുണ്ട്. അത് മറ്റാരുമല്ല, ഈ യുദ്ധത്തിന് തിരികൊളുത്തിയ അമേരിക്ക തന്നെയാണ്. സംഘർഷത്തെ തുടർന്ന് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇങ്ങനെയൊരു മുന്നേറ്റം അമേരിക്കയ്ക്കുണ്ടായിരിക്കുന്നത്. അതേസമയം ഇസ്രയേലും ലബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രഖ്യാപനമുണ്ടായിരിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യൻ വിദേശ വ്യാപാരത്തെ കുത്തനെ ഇടിവുണ്ടാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ യുദ്ധം നേട്ടമായത് അമേരിക്കയ്ക്ക്. സംഘർഷത്തെ തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി അമേരിക്ക ഇറക്കുമതി ചെയ്തതിനേക്കാൾ കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറി. അമേരിക്കയിൽ എണ്ണ ഉൽപാദനം നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണുള്ളത്. രാജ്യത്തിന് ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റാനും ബാക്കി എണ്ണ കയറ്റുമതി ചെയ്യാനും അമേരിക്കയ്ക്ക് ഇത് കരുത്തേകുകയാണ്. ടെക്സസിലെ പെർമിയൻ ബേസിൽ മേഖലയടക്കം എണ്ണ ഉൽപാദനം ഉയർന്നതാണ് ഇതിന് കാരണം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ലാത്തതിനാൽ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല ഇതുവരെ. ലോകത്തിലെ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 1/5 ഭാഗവും ഈ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്ക എണ്ണ ഉൽപാദനം വർദ്ധിപ്പിച്ചത് ആഗോള വിപണിക്ക് സഹായവും അമേരിക്കയ്ക്ക് സാമ്പത്തികമായി നേട്ടവുമാണ്. അതിർത്തിയിൽ ആഴ്ചകളായി തുടരുന്ന രൂക്ഷമായ ഏറ്റുമുട്ടലുകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ഇസ്രയേലും ലബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും സംഭാഷണം നടത്തിയെന്നും ഇരു നേതാക്കളും വെടിനിർത്തലിന് സമ്മതിച്ചതായും ട്രംപ് വ്യക്തമാക്കി. യുദ്ധവിരാമത്തിന് ധാരണയാക്കിയത് തന്റെ മധ്യസ്ഥതാ വിജയമെന്നാണ് ട്രംപ് പറയുന്നത്. ലോകത്താകമാനം ഇതുവരെ 9 യുദ്ധങ്ങൾ തന്റെ ഇടപെടലിലൂടെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇത് 10ാമത്തേതാണെന്നുമാണ് ട്രംപിന്റെ അവകാശവാദം. അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായി 1 മണിക്കൂർ തികയും മുൻപ് തെക്കൻ ലബനനിലെ ഖിയാം, ഡിബൈൻ പട്ടണങ്ങളിൽ ഇസ്രയേലിന്റെ ഷെല്ലാക്രമണം ഉണ്ടായതായി ലബനൻ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായുള്ള 2ാം വട്ട ചർച്ചകൾ ഈ ആഴ്ച നടന്നേക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിൽ 21-ന് അവസാനിക്കുന്ന 2 ആഴ്ചത്തെ വെടിനിർത്തൽ നീട്ടേണ്ടി വരില്ലെന്നും അതിനുള്ളിൽ തന്നെ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു. ഇറാന് കരാറിന് താൽപര്യമുണ്ട്, അവരുമായി നല്ല രീതിയിലാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കരാർ ഒപ്പിടുകയാണെങ്കിൽ താൻ പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യൻ വിദേശ വ്യാപാരത്തിൽ കുത്തനെ ഇടിവുണ്ടാക്കിയതായി റിപ്പോർട്ട്. വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുപ്രകാരം മാർച്ചിലെ കയറ്റുമതിയിൽ 7.4%, ഇറക്കുമതിയിൽ 6.5% കുറവുണ്ടായി. ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളായ UAE, സൗദി, ഖത്തർ, ഇറാഖ് എന്നീ രാജ്യങ്ങളുമായുള്ള ഇടപാടുകളിലെ ഇടിവാണ് ഇതിന് കാരണം. ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതിലേക്കും ഊർജ്ജ പ്രതിസന്ധിയിലേക്കും നയിച്ചതോടെ ഇന്ത്യയുടെ വ്യാപാര മേഖലയെ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം കാരണം ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളുടെ സ്ഥാനങ്ങളിലും മാറ്റമുണ്ടായി. കയറ്റുമതിയിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന UAE 4ാം സ്ഥാനത്തേക്കെത്തി. 6ാം സ്ഥാനത്തുണ്ടായിരുന്ന സൗദി അറേബ്യ 20ാം സ്ഥാനത്തുമെത്തി. വരും മാസങ്ങളിൽ പുറത്തുവരുന്ന വിശദമായ കണക്കുകൾ യുദ്ധത്തിന്റെ ആഘാതത്തെക്കുറിച്ച് വ്യക്തമായ ചിത്രം നൽകും. വിഴിഞ്ഞം തുറമുഖം ആഗോള സമുദ്ര വ്യാപാര മേഖലയിലെ തന്ത്രപ്രധാനമായ മാരിടൈം ഹബ്ബാക്കാൻ കേന്ദ്രം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള ചരക്കു നീക്കത്തിലും സമുദ്ര വ്യാപാര മേഖലയിലുണ്ടായ അനിശ്ചിതത്വമാണ് രാജ്യത്ത് പുതിയൊരു മാരിടൈം ഹബ്ബ് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ബാധിക്കാത്ത സമുദ്ര വ്യാപാര കേന്ദ്രമാണ് വിഴിഞ്ഞം വികസനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാവിയിൽ സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങൾക്ക് ബദലായി വിഴിഞ്ഞത്തെ സജ്ജമാക്കുകയാണ് ലക്ഷ്യം. ഇതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തി. ഷിപ്പിംഗ് മന്ത്രാലയം ഉദ്യോഗസ്ഥർ സംസ്ഥാന തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡുമായി പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കി. രാജ്യത്ത് തുറമുഖങ്ങൾ വികസിപ്പിക്കാൻ കേന്ദ്രം പ്രഖ്യാപിച്ച മാരിടൈം അമൃത്കാൽ വിഷൻ
2049 ഭാഗമായാണ് പദ്ധതി വരുന്നത്. നിലവിലുള്ള ട്രാൻസ്ഷിപ്പിന്റെ ട്രാൻസിറ്റ് ഹബ് ആക്കും ലക്ഷ്യം. ലോകത്തെ എയർ ടാക്സി സ്റ്റേഷൻ ദുബായിൽ സജ്ജമായി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമാണ് ആദ്യ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമായത്. ഡൗൺ ടൗൺ, പാം ജുമൈറ, മറീന സ്റ്റേഷനുകൾ ഈ വർഷം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ദുബായ് കിരീടാവകാശി ഷൈഖ് ഹംദാൻ പറഞ്ഞു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം 4 നിലകളിലായാണ് ലോകത്തിലെ ആദ്യ എയർ ടാക്സി സ്റ്റേഷൻ പ്രവർത്തന സജ്ജമായത്. സ്കൈ പോർട്സ് കമ്പനിയാണ് ചേർന്നാണ് 3100 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. വർഷം 1,70,000 എയർ ടാക്സി യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ഇതിന് ശേഷിയുണ്ട്. എയർ ടാക്സികൾക്ക് പറന്നുയരാനും ഇറങ്ങാനും ഇവിടെ 2 വെർട്ടി പോർട്ടുകൾ ഉണ്ടാകും. 2 നിലകളിൽ യാത്രക്കാർക്ക് വാഹന പാർക്കിങ്ങിന് സൗകര്യമൊരുക്കും. ജോബി ഏവിയേഷനാണ് എയർ ടാക്സി സർവീസുകൾ കൈകാര്യം ചെയ്യുക. ഡൗൺ ടൗൺ ദുബായ്, പാം ജുമൈറ, ദുബായ് മറീന എന്നിവിടങ്ങളിലെ സ്റ്റേഷനുകൾ കൂടി സജ്ജമാക്കുന്നതോടെ ഈ വർഷം അവസാനം ദുബായിൽ എയർ ടാക്സി സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടി ലഭ്യമാകും. ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് പാം ജുമൈറയിലേക്ക് നിലവിൽ 45 മിനിറ്റ് വേണ്ടിവരുന്ന യാത്രാ സമയം എയർ ടാക്സികൾ 10 മിനിറ്റായി കുറയ്ക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും സമ്പന്നൻ എന്ന നേട്ടം ഇനി ഗൗതം അദാനിക്ക് സ്വന്തം. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ കടത്തിവെട്ടിയാണ് അദാനി ഗ്രൂപ്പ് ചെയർമാന്റെ നേട്ടം. ഇതിനു മുൻപും അദാനി ആ നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഹിഡൻബർഗ് യുഎസിലെ കൈക്കൂലി കേസ് തുടങ്ങിയ ആരോപണങ്ങൾക്ക് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികളിലുണ്ടായ വില തകർച്ച അദ്ദേഹത്തിന്റെ ആസ്തി കുറയാനും ഇടയാക്കിയിരുന്നു. എന്നാൽ ആരോപണങ്ങളിൽ നിന്നെല്ലാം അതിവേഗം കരകയറിയാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നൻ എന്ന പട്ടം ചൂടിയിരിക്കുന്നത്. ബ്ലൂംബർഗിന്റെ റിയൽ ടൈം ശതകോടീശ്വര പട്ടിക പ്രകാരം ലോക റാങ്കിങ്ങിൽ 19ാം സ്ഥാനത്താണ് ഗൗതം അദാനി. മുകേഷ് അംബാനിക്ക് റാങ്ക് 20ആണ്. ഭൂമി ഇടപാടിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം രജിസ്ട്രേഷൻ വകുപ്പ് ലക്ഷ്യമിട്ട വരുമാനത്തിൽ നേടാനായത് 85.10% മാത്രമെന്ന റിപ്പോർട്ട്. 7017.72 കോടി രൂപയാണ് ഭൂമി സംബന്ധമായ ഇടപാടുകളിലടക്കം പ്രതീക്ഷിച്ചതെങ്കിലും 5972.15 കോടിയാണ് ലഭിച്ചത്. ആധാരങ്ങളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ 4405 കോടി രൂപയും രജിസ്ട്രേഷൻ ഫീസായി 1567 കോടിയുമാണ് പ്രതീക്ഷിച്ചത്. തൊട്ടു മുൻപത്തെ വർഷം 6382 കോടി രൂപ ലക്ഷ്യമിട്ടപ്പോൾ 5578 കോടി നേടി. 87.41% ആണിത്. 2024-25 സാമ്പത്തിക വർഷം 8,70,401 ആധാരങ്ങളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 8,64,505 ഇത് കുറഞ്ഞു. ഗതാഗത നിയമലംഘനത്തിന് കേരളത്തിൽ ചുമത്തിയ ചലാനുകളുടെ ഫൈൻ 50% കുറയ്ക്കുന്ന ആംനസ്റ്റി സ്കീം ഏപ്രിൽ 30 അവസാനിക്കും. 2024 ഡിസംബർ 31 മുൻപ് മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും ചുമത്തിയ ചലാനുകളാണ് ഇത്തരത്തിൽ തീർപ്പാക്കുക. ഔദ്യോഗിക ആപ്പ് വഴി അപേക്ഷ നൽകി വാഹന ഉടമകൾക്ക് ഫൈൻ അടയ്ക്കാം. ഗതാഗത നിയമലംഘനത്തിനുള്ള 11 ലക്ഷം കേസുകളിലാണ് പിഴ പകുതിയായി കുറയ്ക്കാനുള്ള സൗകര്യം ഒരുങ്ങുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് യഥാസമയം പിഴ അടക്കാത്തതിനിടെ തുടർന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പും കോടതിക്ക് കൈമാറിയ കേസുകളിലാണ് ഇളവ് ലഭിക്കുക. അതേസമയം കോടതി പിഴ നിശ്ചയിച്ച കേസുകളിൽ ഈ ആനുകൂല്യം ലഭിക്കില്ല. പിഴ സ്വീകരിച്ച കേസ് തീർപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ വിനിയോഗിച്ചിരിക്കുന്നത്. 2024 ഡിസംബർ വരെയുള്ള കേസുകളിലാണ് ഈ ആനുകൂല്യം ഉറപ്പാക്കുക. ഏപ്രിൽ 30 പിഴ കുടിശ്ശിക തീർക്കണം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവം ജൂൺ 1 നടക്കും. 1ാം ക്ലാസ് പ്രവേശനോത്സവത്തിന് എഴുത്തു പരീക്ഷയോ തലവരി പണമോ വാങ്ങാൻ പാടില്ല. 1ാം ക്ലാസ് പ്രവേശനം മെയ് 22 മുതൽ നടക്കും. അൺഎയ്ഡഡ് സ്കൂളുകൾക്കും ഇത് ബാധകമാണ്. PTA ഫണ്ട് സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DD, DEO, AEO, പ്രിൻസിപ്പൽ തുടങ്ങിയവരുടെ യോഗം ഏപ്രിൽ 27 ഓൺലൈനായി നടക്കും. 1 മുതൽ 8 വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് യൂണിഫോമും പാഠപുസ്തകങ്ങളും സൗജന്യമാണ്.
സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നതിനിടെ 7 ജില്ലകളിൽ നിന്ന് നേരിയ മഴയ്ക്ക് സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളത്. കനത്ത ചൂടിനിടെ മഴയെത്തുന്നത് നേരിയ ആശ്വാസമാകും. അതേസമയം സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. പലയിടത്തും ഉഷ്ണതരംഗത്തിന് സമാനമായ സാധ്യതയുണ്ട്. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് ഉയരും. സംസ്ഥാനത്തെ ശരാശരി പകൽ അന്തരീക്ഷ താപനില 37 ഡിഗ്രി സെൽഷ്യസ് കടന്നു. കത്തുന്ന ചൂടിന് അല്പം കുറവ് ഇടുക്കിയിലും വയനാട്ടിലും മാത്രമാണ്. ഇതോടെ 1 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി സഫ്വാൻ ചേരും.